കർത്താവ് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വിശ്വാസത്തോടെയാണോ വചനം വായിക്കുന്നത്? എപ്പോഴും വചനം വായിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം. ദൈവമേ, ഞാൻ വായിക്കുന്ന വചനത്തെ വിശ്വാസത്തോടെ വായിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന്. പരിശുദ്ധയമ്മ, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നത് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അത്യുന്നതൻ്റെ പുത്രൻ തന്നിൽ ജന്മമെടുക്കും എന്ന് അമ്മ വിശ്വസിക്കുന്നു. വചനം വായിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ വായിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ വചനം ഉരുവിടുമ്പോൾ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമായി, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിചേരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വിശ്വാസത്തോടെ വചനം വായിക്കാനുള്ള കൃപയ്ക്കായി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തിൽ വിശ്വസിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് അമ്മയോട് നമുക്ക് പ്രത്യേകം മാധ്യസ്ഥം വഹിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.